അതുവരെ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് കോൺഗ്രസിലെ കുടുംബവാഴ്ച അദ്ദേഹം അതിന്റെ വലിയൊരു വിമർശകനായി. പിന്നീട് ലാൽകൃഷ്ണ അദ്വാനി അദ്ദേഹത്തിന്റെ ജന്മദിനമായപ്പോൾ അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റ്, അതായത് രഥയാത്ര നടത്തിയതിന്റെയും അതിന്റെ പിന്നാലെ ബാബരി മസ്ജിദ് പൊളിച്ചതിന്റെയും പേരിൽ LK അദ്വാനിയെ മാത്രം കുറ്റം പറയരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പണ്ഡിതോചിതമായ ഒരു ഉപദേശം ഇന്ത്യക്കാർക്ക്. അതായത് അദ്വാനിയെ പോലുള്ള ദേശീയ നേതാക്കളെ ഒരു സംഭവത്തിന്റെ പേരിൽ മാത്രം നമ്മൾ കുറ്റം ചാർത്തരുത്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ചൈനയുമായിട്ട് യുദ്ധമുണ്ടായി, ഇന്ത്യക്ക് പരാജയം സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അടിയന്തരാവസ്ഥ ഉണ്ടായത്. അതിന്റെ പേരിൽ മാത്രമായിട്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നത് പോലെ ഈ ബാബരി മസ്ജിദ് പൊളിച്ചതിന്റെ പേരിൽ മാത്രമായിട്ട് നമ്മൾ LK അദ്വാനിയെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം. അത് കഴിഞ്ഞ് ബീഹാർ ഇലക്ഷൻ റിസൾട്ട്സ്, അതിൽ മോദിയെ അല്ലെങ്കിൽ NDA വല്ലാതെ പ്രശംസിച്ചു. സ്ത്രീകളുടെ വോട്ട് കൂടുതലായിട്ട് കിട്ടിയതിനെ കുറിച്ച് പ്രകീർത്തിച്ചു.